ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ 2 മുട്ട, സോയാ സോസ്, കുറച്ച് പച്ചക്കടല എടുത്തിട്ടുണ്ട്. വെജിറ്റബിളിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കേബേജ്, സ്പ്രിംഗ് ഓനിയൻ, ക്യാപ്സിക്കം, ക്യാരറ്റ്, ബീൻസ്, നാരങ്ങ, ഇതൊക്കെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആദ്യം ബസ്മതി റൈസ് ഒന്ന് വെള്ളത്തിലിട്ട് കുതിർക്കാൻ വേണ്ടി വെക്കാം. ഒരു 3/4 മണിക്കൂർ വെള്ളത്തിൽ കടന്ന് നന്നായി കുതിർന്ന് വരട്ടെ. അതോളം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ ടൈമിൽ നമുക്ക് ഈ പച്ചക്കറിയൊക്കെ നന്നായി കഴുകിയെടുത്ത് ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പച്ചക്കറിയൊക്കെ ചെറുതായി കട്ട് ചെയ്തെടുക്കട്ടെ. കഴുകി വെച്ച ബീൻസ് ചെറുതായി വട്ടത്തിന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ എല്ലാ പച്ചക്കറിയും ചെറുതായി കനം കുറച്ച് കട്ട് ചെയ്തെടുക്കട്ടെ. പച്ചക്കറി എല്ലാം ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ കടല കുക്കറിലിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കട്ടെ. ഫ്രൈഡ് റൈസിലേക്കുള്ള കടല ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഫ്രൈഡ് റൈസിലേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഞാനിവിടെ എല്ലില്ലാതെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഫ്രൈഡ് റൈസിലേക്കുള്ള ചിക്കൻ നമുക്ക് മസാല കൂട്ടി വെക്കാം. അതിനായിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് വളരെ കുറച്ച് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്, കാരണം സോയാ സോസിൽ ഉപ്പുണ്ട്. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായി കൈ വെച്ചിട്ട് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്കിത് ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈഡ് റൈസിലേക്കുള്ള ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരട്ടെ. എന്നിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. എണ്ണ നന്നായി ചൂടായി വരട്ടെ. എന്നിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇപ്പം എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. എണ്ണയിൽ നിന്ന് ചിക്കന് കോരി എടുക്കട്ടെ. എന്നല്ലാതെ മുഴുവനായും കോരി എടുക്കട്ടെ. ഫ്രൈ ചെയ്ത ചിക്കൻ മുഴുവനായും എണ്ണയിൽ നിന്നും കോരി എടുത്തിട്ടുണ്ട്. ഫ്രൈഡ് റൈസിലേക്കുള്ള മുട്ട റെഡിയാക്കാം. 2 മുട്ട എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളകും പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇനി നന്നായി ഇളക്കി കൊടുക്കാം. മുട്ടയും കുരുമുളകും പൊടി ഉപ്പും മിക്സായി വരുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. ഫ്രൈഡ് റൈസിലേക്കുള്ള മുട്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഓയിൽ തേച്ച് കൊടുക്കുകയാണ്.
ഓയിൽ നന്നായി തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മുട്ട ഒഴിച്ച് കൊടുക്കുകയാണ്. മുട്ട ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് പരത്തി കൊടുക്കും. ചിക്കി എടുക്കുകയാണ്. ഇപ്പോൾ ഫ്രൈഡ് റൈസിലേക്കുള്ള മുട്ട ചിക്കി എടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യണം. റൈസിലേക്കുള്ള അരി 3/4 മണിക്കൂർ വെള്ളത്തിലിട്ട് നന്നായി കുതിർന്ന് വന്നപ്പോൾ നല്ല പോലെ കഴുകി വെള്ളം വാർത്തെടുത്തതാണ്. ഇനി നമുക്ക് അരി വേവിച്ചെടുക്കാം. ഫ്രൈഡ് റൈസിലേക്കുള്ള അരി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പോട്ട് ഗ്യാസിൽ വെച്ച് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. 1/2 ഭാഗം വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഈ വെള്ളം നന്നായി തിളച്ച് വരട്ടെ, അതോടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കഴുകി വാർത്ത് വെച്ച ബസ്മതി റൈസ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നാരങ്ങയുടെ ഒരു പൊള്ളി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബസ്മതി റൈസിന് നല്ലൊരു വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നാരങ്ങയുടെ കുരു നമ്മുടെ അരിയിലേക്ക് ചാടാതെ നമ്മൾ പിഴിഞ്ഞെടുക്കുക. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ അരി നന്നായി തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. 100% വേവ് നമുക്ക് ആവണ്ട. ഫ്രൈഡ് റൈസിന് ഒരു 3/4 ഭാഗം വേവായാൽ മതി. ഇനി നമുക്കിത് ഒരു ഓട്ടപാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം വാർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ചോറ് മുഴുവനായി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി വെള്ളം വാർന്ന് കിട്ടോളം നമുക്കിതൊന്ന് ചൂടാറോളം വെയിറ്റ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിൽ വെച്ചിട്ട് അങ്ങനെ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. അതല്ല, അങ്ങനെ തണുത്തതിന് ശേഷം അങ്ങനെ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം.
കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് എല്ലാം ഒന്ന് ഹാഫ് വേവാക്കി എടുക്കണം. ഇതിനായിട്ട് ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച എണ്ണയിലാണ് വഴറ്റിയെടുക്കുന്നത്. അതിനായിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ ചൂടായി വന്നു. ഇനി അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കുകയാണ്. നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത വെജിറ്റബിൾ ഓയിലിലാണ് ഞാൻ ഈ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ബീൻസ് ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് ഉള്ളിത്തണ്ട്, സ്പ്രിംഗ് ഓണിയോൺ കട്ട് ചെയ്തത് ചേർത്തെടുത്തു. ക്യാപ്സിക്കം, കാബേജ് കട്ട് ചെയ്ത് വെച്ച എല്ലാ വെജിറ്റബിൾസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. അടപ്പ് തുറന്ന് നോക്കാം. ഒരു ഹാഫ് വേവായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കടല ചേർത്ത് കൊടുക്കണം. മുട്ട, ചിക്കൻ ഫ്രൈ ചെയ്തത്, എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കണുള്ളൂ, കാരണം നമ്മുടെ സോയാ സോസിൽ ഉപ്പുണ്ട്. കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ്, ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുരുമുളകും പൊടി ചേർത്ത് കൊടുക്കാം. പെപ്പർ പൗഡർ, ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് നമ്മുടെ ബസ്മതി റൈസിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചോറിലെ വെള്ളമൊക്കെ വാർന്ന് വന്നിട്ടുണ്ട്. ഇനി ചോറ് ഒരു പോട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മുടെ ചോറ് വെള്ളമൊക്കെ നന്നായി വാർന്ന് വന്നിട്ടുണ്ട്. തമ്മിൽ ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല, നമ്മൾ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തത് കൊണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഒരു പോട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചോറ്. ഇനി ഇതിലേക്ക് നമ്മുടെ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ വെജിറ്റബിൾസും ചിക്കനും എല്ലാം നമ്മുടെ ചോറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം.
എല്ലാ ഭാഗത്തും നമ്മുടെ വെജിറ്റബിൾസും ചിക്കനൊക്കെ ഒരുപോലെ എത്താൻ വേണ്ടിയിട്ടാണ്. നല്ല പോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഗ്യാസിൽ വെക്കാം. ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് നമ്മുടെ ചോറ് നന്നായി ആവിയൊക്കെ കയറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ചോറാണ് ഫ്രൈഡ് റൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്.